അതിജീവിതയെ അപമാനിച്ച മുൻ വനിതാ ഡിജിപിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി സ്ഥാനാർത്ഥിയുമായ ആർ ശ്രീലേഖ. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ലെന്നാണ് ശ്രീലേഖയുടെ ചോദ്യം. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വമ്പന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ പരാതിയെന്നും ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഉയർത്തുന്നു. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ അതിജീവിതയ്ക്ക് ഉണ്ടാകും. ഇതൊന്നും മനസ്സിലാക്കാതെ തന്നെയാണോ ഇപ്പോൾ മുൻ DGPയുടെ ഫേസ്ബുക്കിലൂടെയുള്ള ചോദ്യം? അതെ ജിൽസി, മുൻപും സമാനമായ കേസുകളിൽ മുൻ DGP കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖ ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത്രനാൾ എവിടെയായിരുന്നു യുവതി പരാതി നൽകാതിരുന്നത്? ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല? ഇപ്പോൾ എന്തിന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി? പ്രതിക്ക് ഫോൺ ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനോ അതോ ശബരിമലയിൽ സ്വർണ്ണക്കൊളയിൽ കൂടുതൽ വമ്പന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ മുൻപും സമാനമായ കേസുകളിൽ ഇത്തരം പ്രതികരണങ്ങൾ നൽകിയ ആളുകൂടിയാണ് മുൻ DGP കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖ. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭ്യമാക്കാനുള്ള ഒരു അവസരം നൽകിയതാണോ എന്ന അടക്കമുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ അതിജീവിതയെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ലൈംഗിക ആരോപണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ കേസിൽ നമുക്കറിയാം ഏകദേശം 1 മാസത്തോളമായി ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വരുന്നു. വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് അതിജീവിത കടന്നു പോകുന്നത് എന്നറിയാം. ഇത്തരം കേസുകളിൽ ഒരു അതിജീവിത മുൻപോട്ട് വന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവരെടുക്കേണ്ട മാനസിക സമ്മർദ്ദങ്ങളെ പറ്റിയും ഒരു സാമൂഹികമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ മുൻ DGP കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള മറ്റൊരു കേരളത്തിലെ തന്നെ ഞെട്ടിച്ച മറ്റൊരു കേസിലും ഇത്തരം ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചു പോന്നിരുന്നത്. അതിജീവിതകളെ അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചു പോകുന്നത്. ഇവിടെയും സമാന രീതിയിലായിട്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അവരുടെ പ്രതികരണം. അതിജീവിത ഇത്രയും നാൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി കൂടിയാണ് ആർ ശ്രീലേഖ. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം, അതിജീവിതയെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ജിൽസി.